IPL-ലെ സൂപ്പർ താരമാണ് സഞ്ജു സാംസൺ. ഇപ്പോഴിതാ സഞ്ജു പുതിയൊരു ടീമിലേക്ക് പോകാനൊരുങ്ങുകയാണ്. രാജസ്ഥാൻ ടീം വിട്ട് ഡൽഹി ടീമിലേക്കാണ് സഞ്ജു പോകുന്നത്. ഋഷഭ് പന്തിനെ ഡൽഹി ടീം ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാന്റെ സൂപ്പർ താരമായിരുന്നു സഞ്ജു സാംസൺ. എന്നാൽ ഇപ്പോൾ സഞ്ജു രാജസ്ഥാൻ ടീമിൽ നിന്ന് പടിയിറങ്ങാൻ പോവുകയാണ്. സഞ്ജുവിനെ സമീപിച്ചത് ഡൽഹി ടീമായിരുന്നു. ഇന്ത്യയുടെ 3 ഫോർമാറ്റിലും കളിക്കുന്ന താരമാണ് ഋഷഭ് പന്ത്. ആ താരത്തെ ഒഴിവാക്കി സഞ്ജുവിനെ സമീപിക്കണമെങ്കിൽ സഞ്ജുവിൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഋഷഭ് പന്ത് ഇപ്പോൾ T20യിൽ ഫ്ലോപ്പാണ്. അതവർക്ക് നല്ലതുപോലെ അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഋഷഭ് പന്തിനെ ഒഴിവാക്കിയിരിക്കുന്നത്. ഇപ്രാവശ്യം മെഗാ ഓപ്ഷനാണ്. അതിനു മുന്നോടിയായിട്ടാണ് ഋഷഭ് പന്തിനെ ഒഴിവാക്കിയിരിക്കുന്നത്. പന്ത് ഡൽഹി ടീം വിട്ടു പോകുന്നത് CSK ടീമിലേക്കാണ്. CSK ഇതിനോടകം തന്നെ പന്തുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. CSKയും ഋഷഭ് പന്തും തമ്മിലുള്ള ഡീല് 90% ഉറപ്പായിരിക്കുകയാണ്. ലേലത്തിൽ ഋഷഭ് പന്തിനെ CSK വാങ്ങും. അതുപോലെ തന്നെ ഇപ്പോൾ ഡൽഹി ടീം സഞ്ജുവിനെ സമീപിച്ചിരിക്കുകയാണ്. ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ആവശ്യമാണ്. അതുമാത്രമല്ല ആ കളിക്കാരൻ ഇന്ത്യൻ താരവുമായിരിക്കണം. ഇങ്ങനെ വന്നപ്പോൾ സഞ്ജു മാത്രമായിരുന്നു ഡൽഹി ടീമിന്റെ മുൻപിലുള്ള ആദ്യത്തെ ചോയ്സ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹി ടീം സഞ്ജുവിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. സഞ്ജുവിന് കോടികളുടെ ഓഫറാണ് ഡൽഹി ടീം നീട്ടിയിരിക്കുന്നത്. 25 കോടി കൊടുത്താലും സഞ്ജുവിനെ ടീമിലെത്തിക്കണം. അതാണ് ഇപ്പോൾ ഡൽഹിയുടെ ആവശ്യം. ഇപ്രാവശ്യം മെഗാലേലത്തിന്റെ പ്രൈസ് കൂട്ടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് 100 കോടിക്ക് മുകളിലായിരിക്കും ലേലം വിളി ഓരോ ടീമിനും. അതുകൊണ്ട് ഒരു പ്ലെയറിനെ 30 കോടിക്ക് മുകളിൽ കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ റെക്കോർഡ് തുകയ്ക്ക് സഞ്ജുവിനെ കൊണ്ടുവരാനാണ് ഡൽഹിയുടെ പദ്ധതി. പക്ഷേ സഞ്ജു ഒരുപാട് വർഷമായിട്ട് രാജസ്ഥാൻ ടീമിലാണ്. രാജസ്ഥാൻ ടീമിൽ സഞ്ജുവിന് വലിയ രീതിയിലുള്ള ഫ്രീഡം ഉണ്ട്. ഡൽഹി ടീമിലേക്ക് പോയാൽ അത് കിട്ടില്ല. അത് സഞ്ജുവിനെ ശരിക്കറിയാം. ഇനി സഞ്ജുവിന് കോടികൾ ഓഫർ കൊടുത്താൽ സഞ്ജു ഡൽഹി ടീമിലേക്ക് പോകുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. എന്തായാലും ഡൽഹി ടീം സഞ്ജുവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.